ഒരിക്കലും സ്വഹാബത്ത് ചോദിക്കാണ്, മാഹാദിഹിൽ അല്ലാഹി യാ റസൂലല്ലാ, എന്താ നബിയെ ഈ ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? അന്ന് ഹബീബായ തങ്ങൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, മില്ലത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യമാണ് ഉളഹിയ്യത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഇബ്രാഹിമിയൻ പാരമ്പര്യത്തിലുള്ള ആളുകളെല്ലാം കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരനാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു ഷെയറെങ്കിലും ചേരാനായിട്ട്. അത്രയെങ്കിലും കഴിവുള്ള ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹ്. എന്തിനേറെ അങ്ങനെ മാറി നിൽക്കുന്നവൻ എൻ്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണ്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലെ ബലി എന്ന് പറഞ്ഞാൽ അവർ ബലിയെറുത്തിട്ട് കഅബാലയത്തിന്റെ ചുമരിലൊക്കെ ബലിമൃഗത്തിന്റെ ചോര തേച്ച് പിടിപ്പിക്കുമായിരുന്നു. ചോരയ്ക്ക് ഇങ്ങനെ കഅബാലയത്തിൽ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ ജാഹിലിയ സംസ്കാരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ മോശം ബലിയുടെ ഉള്ളിലേക്ക് പടച്ചോനൊരായച്ചിറക്കാണ്. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നും പടച്ചോന് വേണ്ട കേട്ടോ. അതൊന്നും അല്ല ഈ ബലിയുടെ ലക്ഷ്യം എന്ന് പറയണത്. പടച്ചോന ചോര കിട്ടിയിട്ട് എന്തിനാ? അള്ളാഹ്ക്കാ ഇറച്ചി കിട്ടിയിട്ട് എന്തിനാ? പടച്ചോന് വേണ്ടത് ഒറ്റ സംഗതിയാണ്. ആ ബലി ഇറുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ റബ്ബുണ്ടോ, പടച്ചോനുണ്ടോ, തഖ്വയുണ്ടോ? ഈ സംഗതി മാത്രമാണ് പടച്ചോന് വേണ്ടത്. നിങ്ങളുടെ മാംസമോ നിങ്ങളുടെ രക്തമോ അതൊന്നും എനിക്ക് വേണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇനിയിപ്പോ ബലിയെക്കുറിച്ചുള്ള വിവാദങ്ങളുടെ കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട്. എത്രയോ മൃഗങ്ങൾ വെറുതെ കൊന്നുകളയുന്നു എന്നാണ്. ഞാൻ ഇന്നലെയും കൂടെ ഇന്റർനാഷണൽ ന്യൂസുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അൽ ജസീറ അടക്കം കാണാം, ഇന്നലെയും 4 കുട്ടികളെ അടക്കം ഗസയിൽ കൊല ചെയ്തിട്ടുണ്ട് ക്രൂരന്മാരായ ഇസ്രായേലികൾ. ചർച്ചയില്ല. മനുഷ്യനെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ സംസാരങ്ങളില്ല. ആ ഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിം പേരുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ അതൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കാൻ പറ്റിയതല്ല എന്നാണ്. എന്നാൽ മൃഗങ്ങളെ കൊല്ലുന്നത് ചർച്ചയാണ്. വെറുതെ കൊന്നുകളയല്ല, പാവപ്പെട്ട മനുഷ്യന്റെ ഭക്ഷണമാക്കാൻ കൊടുക്കുകയാണ്, പട്ടിണി അകറ്റാൻ നൽകുകയാണ്, ഭക്ഷണമായി ഉപയോഗിക്കുകയാണ്. അല്ലാതെ യാഗങ്ങളിൽ വേസ്റ്റാക്കി കളയുന്നത് പോലെ മൃഗങ്ങളെ കൊന്നു തള്ളുകയല്ല എന്ന് ആര് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇവരെ? പഴയ കാലത്ത് ഏറ്റവും മോശമായി നടന്നിരുന്ന പല ബലികളെയും പരിഷ്കൃതമാക്കിയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടത് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഞാൻ ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരു വാർത്ത ഇങ്ങനെ വായിച്ചു. അതിലിങ്ങനെയാണ്, മാംസവിഭവങ്ങളെ ഒഴിവാക്കി UP സർക്കാരിന്റെ ഒരു ജില്ല ഒരൊറ്റ പാചക രീതി ഒരു പദ്ധതി നടപ്പാക്കാൻ. ഒരു ജില്ല ഒരൊറ്റ പാചക രീതി, അതാണ് ആ പദ്ധതിയുടെ പേര് തന്നെ. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് അതിൽ സ്ഥാനം പിടിച്ച വിഭവങ്ങള് പച്ചക്കറികൾ മാത്രമാണ്. മാംസവിഭവങ്ങളൊന്നും തന്നെ അതിൽ കാണാനില്ല. അവിടെയും ഒരു വിവേചനം ഇല്ലേ? ജനങ്ങൾക്കിടയിൽ അവിടെയും ഒരു ഭിന്നത ഉണ്ടാക്കുകയാണ്. ഏറ്റവും നല്ല ലക്നൗ ബിരിയാണി, UPയുടെ തലസ്ഥാനാണ് ലക്നൗ. ആ ലക്നൗ ബിരിയാണി ഉള്ളത് ഉത്തർപ്രദേശിലാണ്. എത്രയോ വ്യത്യസ്തങ്ങളായ മട്ടൻ നിഹാരി ഇല്ലേ, നല്ല വിഭവമാണ് അതൊക്കെ. അതുപോലെ നല്ല കബാബുകൾ, വളരെ മനോഹരമായ ടേസ്റ്റിയായ കബാബുകൾ ഉള്ള നാടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ജില്ല ഒരൊറ്റ വിഭവം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒരുക്കുമ്പോൾ ആ ഉത്തർപ്രദേശ് അറിയപ്പെടുന്ന ആ മനോഹരമായ വിഭവങ്ങളെ പോലും ചേർത്ത് വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തോ പച്ചക്കറി മാത്രം കഴിക്കാന്ന് പറയുന്നത് വലിയ സംഭവമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീകരവാദം എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്ന ആളുകൾ. പച്ചക്കറി മാത്രം കഴിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളാണ് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നത്, രാജ്യത്തിൽ ഭീകരവാദ സ്വഭാവമുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്, ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത്. അപ്പൊ പച്ചക്കറി മാത്രം കഴിച്ചതുകൊണ്ട് ഒരാൾ നന്നാവുമൊന്നുമില്ല. യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയാൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ അതിന്റെ തലപ്പത്തിരുന്നിട്ട് വലിയ യോഗിയായി ചമയുമ്പോൾ യഥാർത്ഥ യോഗിവര്യന്മാർ പറഞ്ഞു വെച്ച വാക്കുകൾ ഇങ്ങനെ വായിച്ചു പോവാൻ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി മനോഹരമായി നമ്മൾ മുമ്പും വായിച്ചിട്ടുണ്ട്. യു വിൽ ബി അസ്റ്റോണിഷ്ഡ്, നിങ്ങൾ ഒരു വേള അത്ഭുതപ്പെട്ടു പോകും. If I tell you that in the old ceremonials he is not a good Hindu who does not eat beef. ഒരാളെ നല്ല ഹിന്ദു എന്ന് പറയാൻ പറ്റൂല എന്നാണ്. പൗരാണികമായ വേദങ്ങളിലും പൗരാണികമായ പല പരിപാടികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ നല്ല ഹിന്ദു എന്ന് പറയാൻ പറ്റൂല അയാൾ ബീഫ് കഴിച്ചിട്ടില്ല എങ്കിൽ. ബീഫ് കഴിക്കാത്തവൻ നല്ല ഹിന്ദു പോലും അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. വീണ്ടും പറയുന്നത് കാണാം,
when without eating beef no Brahmin could remain as Brahmin. ബീഫ് കഴിക്കാത്തവനെ ഒരു ബ്രാഹ്മണനായി പോലും സങ്കല്പിക്കാൻ പറ്റൂല എന്നാണ് അല്ലെ. ഇന്ന് പല ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ഒരു ആധിപത്യം കൊണ്ടുവരാൻ ബ്രാഹ്മിൻസിനെ അവരൊരു വെജിറ്റേറിയൻ ആക്കി ഇങ്ങനെ വലിയൊരു സംഗതിയാക്കി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ബ്രാഹ്മണർ ബീഫ് കഴിച്ചിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ള യഥാർത്ഥ യോഗീശ്വരന്മാർ പഠിപ്പിക്കുന്നത് കാണാം. വീണ്ടും പറയുന്നത് കാണാം, ഇഫ് എ സന്യാസിൻ or a king or a great man came into the house, the best bullock was killed. വീട്ടിലേക്ക് ഒരു സന്യാസി വരികയാണ്, അല്ലെങ്കിൽ രാജാവ് വരികയാണ്, അല്ലെങ്കിൽ നാട്ടിലൊരു VIP വരികയാണ്, ഏറ്റവും നല്ല കാളയെ തന്നെ പിടിച്ചറുത്തിട്ട് മാംസാഹാരമാണ് അവർക്ക് ഭക്ഷണമായി കൊടുത്തിരുന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ അന്യവൽക്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇത് മറ്റൊരു വിഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. അതൊരിക്കലും പൗരാണിക അല്ലെങ്കിൽ വേദവിദ്യാഭ്യാസമുള്ള ഹിന്ദുവിന്റെ സ്വഭാവമല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് യോഗീശ്വരന്മാരാണ്. അപ്പൊ ബലി എന്ന് പറയുന്നത് പൗരാണികമാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, മഹാനായ ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ 2 മക്കള് ഹാബീലും ഹാബീലും, രണ്ടുപേരും തമ്മിൽ പ്രശ്നമായപ്പോ അവർ തീരുമാനിച്ചത് ബലിയെറുക്കാനാണ്. അള്ളാഹുവിന് ബലി കൊടുക്കാൻ തീരുമാനിക്കാൻ രണ്ടുപേരും ബലി അർപ്പിക്കുന്നുണ്ട്. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റേ ആളുടെ സ്വീകരിച്ചിട്ടില്ല. ഒരാള് ബലിയർപ്പിച്ചത് ആടിനെയാണ്, മറ്റേയാൾ ഗോതമ്പായിരുന്നു എന്നാണ്. ആ ആടിനെ അള്ളാഹു സ്വീകരിച്ചു. എങ്ങനെയാ സ്വീകരിച്ചത്? ഇമാം റാസി ഉദ്ധരിക്കുന്നത് കാണാം, ആകാശ ലോകത്ത് നിന്ന് ഒരു തീനാളം ഇറങ്ങി വന്ന് ആ ആടിനെ എടുത്തുകൊണ്ട് പോയി എന്നാണ്. ആടിനെ സ്വീകരിച്ചു. പഴയകാലം മുതൽക്ക് തന്നെ അഗ്നിക്ക് വലിയ പ്രത്യേകതയുണ്ട് യാഗങ്ങളിൽ. ഓം ആഗ്നേയ സ്വാഹ എന്നാണ് യാഗങ്ങളിലേക്ക് അഗ്നിയെ ഒരു ഹവിസ്സാക്കി യാഗേശ്വരന്മാരിരുന്ന് ആ മന്ത്രം പുറപ്പെടുവിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നത് ഓ ആഗ്നേയ സ്വാഹ എന്ന്. അപ്പൊ അഗ്നിക്ക് അന്ന് മുതലേ പ്രത്യേകതയുണ്ട്. അപ്പൊ യാഗങ്ങളിൽ പോലും ബലി ഒരു നിർബന്ധ ഭാഗം എന്നോണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പഴയകാല ഹൈന്ദവരും എല്ലാ വിഭാഗങ്ങളും ഒക്കെ ജീവിച്ചിരുന്നത്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് കേവലം അങ്ങനെ അറുത്ത് തള്ളാനല്ല, അത് അറുത്തിട്ട് നിങ്ങൾ ഭക്ഷണമാക്കി എല്ലാവരിലേക്കും കൊടുക്കണം. പക്ഷേ ആ അറുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത്, എത്രയാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ഒരു പ്യൂരിറ്റി, അതിന്റെ ശുദ്ധമായി നിൽക്കുന്ന ഹൃദയത്തിന്റെ തീവ്രത എത്രയാണ്, അതാണ് പടച്ചോന് വേണ്ടത്. സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ്. ഇവിടുത്തെ ബലി എന്ന് പറയുന്നത് തന്നെ ഒരു ഇബ്രാഹിമിയൻ സ്മരണയാണ്. ആരാണ് ഇബ്രാഹിം? അള്ളാഹു എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന അള്ളാഹുവിന്റെ ഖലീലാണ് സയ്യിദുന ഇബ്രാഹിം. നമുക്കറിയാം, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും ഹാജറ ബീബിയും കൊണ്ടുവന്ന് മക്കത്താക്കിയിട്ട് തിരിച്ചു പോരാണ്. സ്വാവിയിലൊക്കെ കാണാം ഇബ്രാഹിം നബി ഇടയ്ക്കിടെ ബുറാക്കിന്റെ മുകളിൽ കയറി ഇസ്മായിൽ നബിയൊക്കെ കാണാൻ വന്നിരുന്നു എന്നാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇസ്മായിൽ നബി വളർന്ന് ഒരു കളിപ്രായത്തിലേക്ക് എത്തുന്നത് വരെ ഇബ്രാഹിം നബി മക്കത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോഴേക്ക് ആ കുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏതാണ്ട് 100ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് കുഞ്ഞുണ്ടാകുന്നത്. ആ കുട്ടിയുടെ ഓരോ വളർച്ചയും കണ്ട് ആസ്വദിക്കുന്ന ഒരു പിതാവ് തന്റെ കൂടെ നടക്കാനാകുമ്പോ കുഞ്ഞു ചോദിക്കും, ബാപ്പി അതെന്താണ് ഇതെന്താണ്, ഓരോന്ന് ചോദിക്കണം. അതിനെ ക്യാൻസർ കൊടുക്കാൻ ബാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇബ്രാഹിം നബി സ്വപ്നം കാണുന്നത് തന്റെ കുഞ്ഞിനെ അറുക്കുന്നതായിട്ട്. قال يا بني إني أرى في المنام أني أذبحك. മോനെ, നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, എന്നോട് കൽപ്പിക്കുന്നത് പോലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ കുട്ടിയുടെ മറുപടി എങ്ങനെയാണ്? ആ കുട്ടിയുടെ നമ്മുടെ മക്കളെ എന്തായിരിക്കും മറുപടി പറയാ സമയത്ത്? ബാപ്പാക്ക് വല്ല ഭ്രാന്തുണ്ടോന്ന് ചോദിക്കൂലേ? ഇസ്മായിൽ നബി കൊടുക്കുന്ന മറുപടി എന്താണ്? യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ് സതജിദുനി ഇൻഷാ അല്ലാഹ് മഅസ് സാബിരീൻ. ഉപ്പ, അങ്ങ് സ്വപ്നം കണ്ടതുപോലെ എന്നെ അറുക്കണം ഉപ്പ, എന്റെ കഴുത്തിൽ കത്തിവെക്കണം ഉപ്പ, ഏറെ ക്ഷമിക്കുന്നവരിൽ അങ്ങനെ കണ്ടേക്കും ഉപ്പ. സയ്യിദുനാ ഇസ്മായിൽ. ഏറെ ക്ഷമിക്കുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്നെ അറുക്കുമ്പോ പോലും ഞാൻ കിടന്ന് പിടക്കൂല, ഞാൻ കിടന്നരും. സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ചില രക്ഷിതാക്കളൊക്കെ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു കുട്ടിയെ ആരാണ് അങ്ങനെ ആക്കിയെടുത്തത്? ആ ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിക്ക് ബാപ്പയുടെ ലാളന കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ ബാപ്പയുടെ ശിക്ഷണവും ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ശരിക്കും ആ കുട്ടി അങ്ങനെ ആക്കിയെടുത്തത് ആരാണ്? പ്രത്യക്ഷത്തിൽ ആരാണ്?
ഉമ്മയാണ്. ഉമ്മക്ക് വലിയ റോളുണ്ട്. ഉമ്മയോട് നമുക്കിപ്പോ വലിയ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ. പെണ്ണ് ജോലിക്ക് പോകേണ്ട, ജോലിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോകാമല്ലോ, ഇസ്ലാം അതിന് എതിരൊന്നും പറയണില്ല. പക്ഷെ പെണ്ണിന്റെ ജോലി എന്ന് പറയുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സംസ്കൃതിയെ രൂപാന്തരപ്പെടുത്തിയെടുക്കലാണ്. പെണ്ണിന്റെ ഏറ്റവും വലിയ ജോലി ഒരു ജോലിയായിട്ട് നമ്മൾ കാണാനില്ല. അടുക്കളപ്പണിയൊന്നുമല്ല പെണ്ണിന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പെണ്ണിന്റെ ഡ്യൂട്ടി മക്കളെ നന്നാക്കലാണ്, ഒരു സംസ്കൃതിയെ രൂപാന്തരപ്പെടുത്തലാണ്, ഒരു തലമുറയെ നന്നാക്കിയെടുക്കലാണ്. അതിനർത്ഥം പെണ്ണ് ജോലിക്ക് പോകണ്ട എന്ന് ഉസ്താദ് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലട്ടോ ഞാനീ പറയണത്. ഞാൻ പറയും ഇതൊരു വലിയ ഉത്തരവാദിത്വമായിട്ട് ആരും കാണുന്നില്ല. അതിപ്പോ ഭർത്താവിന്റെ ഉമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിക്കോളാന്നാണ്. പക്ഷേ ഉമ്മയുടെ ലാളന കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ അനുസരണക്കേടുണ്ടാവും, ധിക്കാരം വർദ്ധിച്ചു വരും, ദേഷ്യം കൂടും. സയന്റിഫിക്കലി പ്രൂവണായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ജമൈനിയോട് ചോദിച്ചാൽ മതി, വേറെ ഇനി ഡോക്ടേഴ്സിനോടൊന്നും ചോദിക്കണ്ട. ഉമ്മയുടെ ലാളന, ഉമ്മയാണ് കൃത്യമായി ബാപ്പയോട് എങ്ങനെ പെരുമാറണം, ബാപ്പയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, അള്ളാന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട, ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂൽ. അവിടുത്തെ ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. അങ്ങനെ ഒരു ഉമ്മയായിരുന്നു ആർക്ക് കിട്ടിയത്? സയ്യിദുനാ ഇസ്മായിൽ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ബാപ്പ ഗൾഫിലാണ്. ഇടയ്ക്കിടെ വിളിക്കുന്നതൊഴിച്ചാൽ കുട്ടിയെ കൃത്യമായി നേർവഴിക്ക് നടത്താൻ നേരിട്ട് വന്ന് നിയന്ത്രിക്കാൻ ബാപ്പാക്ക് പറ്റണില്ല. തിരിച്ചു ബാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും ബാപ്പാനോട് ധിക്കാരം കാണിക്കുന്ന മകൻ. ആരാണ് ആ കുട്ടി അങ്ങനെ ആക്കി തീർത്തത്? ഒരു പരിധി വരെ ആരാണ്? ഉമ്മക്ക് വലിയ റോളുണ്ട്. ആ റോള് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടല്ലേ മോനെ, ഞാൻ സ്വപ്നം കാണുന്നത് നിന്നെ അറുക്കാനാണ്. അതിനെന്താ വാപ്പാ? എന്റെ കഴുത്തിലങ്ങ് കത്തിവെക്കണം, ഞാൻ പിടയ്ക്കാതെ ഞാൻ കിടന്നു തന്നോളാം, എന്നെ ക്ഷമിക്കുന്നവരിൽ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞേക്കും. സയ്യിദുനാ ഇസ്മായിൽ സലാം. ചിന്തിച്ചോക്കെ, അല്ലാഹു പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും അനുസരിച്ചപ്പോൾ, രണ്ടുപേരും അനുസരണയുള്ളവരായി. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ. നിങ്ങൾ സ്വപ്നം അത് വാസ്തവമാക്കി, ശരിക്കും വാസ്തവമാക്കിയിട്ടുണ്ടോ? സ്വപ്നത്തിൽ അറുക്കാനാണ് പറഞ്ഞത്, അറുത്തിട്ടില്ല, സ്വന്തം കുഞ്ഞിനെ കൊണ്ടൊന്ന് കിടത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് അള്ളാഹ് പറയണത് സ്വപ്നം വാസ്തവാക്കിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ പടച്ചോന് വേണ്ടത് ആ കുഞ്ഞിന്റെ ഇറച്ചിയൊന്നുമല്ല. അള്ളാഹ്ക്ക് ഇപ്പൊ എന്തിനാ കുഞ്ഞിനെ കൊന്നിട്ട്? അള്ളാഹ്ക്ക് അതൊന്നും അല്ല വേണ്ടത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ഒരുക്കം, എന്റെ റബ്ബ് പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ബലിയെറുക്കാനും ഞാൻ തയ്യാറാണ്, എനിക്ക് വലുത് എന്റെ റബ്ബാണ്. ആ ഒരു ബോധ്യം പടച്ചോന് വേണ്ടു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ കുഞ്ഞിനെ ചില ഈ കഥാപ്രസംഗത്തിലെ ആൾക്കാർ പറയണ പോലെ അറുത്തു നോക്കി മുറിഞ്ഞില്ല, വീണ്ടും അറുത്തു നോക്കി ഒക്കെ വെറും കെട്ടുകഥകൾ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല, എവിടെയില്ല. ഒക്കെ വെറുതെ ഈ കഥാപ്രസംഗക്കാർ പറഞ്ഞുണ്ടാക്കണതാണ്. അറക്കാൻ വേണ്ടി കിടത്തിയപ്പോഴേക്ക് പടച്ചോന്റെ കൽപ്പന വന്നു, വേണ്ട, ഖദ് സദ്ദഖത റുയ, നിങ്ങൾ സ്വപ്നം വാസ്തവമാക്കിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് നമ്മളും ഉലഹിയത്ത് ഇറക്കുമ്പോ ആ ബോധ്യമാണ് നമ്മുടെ കൽബിലേക്ക് വരേണ്ടത്. ഉലഹിയത്തിന് ഷെയർ ചേർന്നാൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ആ മൃഗത്തിനെ ഒന്ന് ലാളിക്കാൻ, അതിന്റെ തലയിലൊന്ന് തടവാൻ, അതിന് വെള്ളം കൊടുക്കാൻ, സ്നേഹത്തോടെ അതിന്റെ അടുക്കലൊന്ന് പോയി നിൽക്കാൻ എത്ര ഷെയറുകാര് ശ്രദ്ധിക്കാറുണ്ട്? എത്ര പേര്? അതൊക്കെ നമ്മൾ കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ്. പോരാ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറുത്തു കൊടുത്ത് കൂലിയിട്ടലല്ല ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയണത്. ആ അറവിന്റെ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, ആ വേദനയേക്കാൾ എനിക്ക് വലുത് എന്റെ റബ്ബാണ്. ആ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉലഹിയത്ത് കർമ്മം പോലും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല ഉലഹിയത്ത് ഇറക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഇമാം റാസിയൊക്കെ പറയുന്നത് കാണാം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അങ്ങനെ പറയണ്ടത് ഉലഹിയത്ത് ഇറക്കുമ്പോ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പടച്ചവന് ആ മൃഗത്തിന്റെ ഇറച്ചി വേണ്ട, പടച്ചവന് അതിന്റെ രക്തം വേണ്ട, അവന് വേണ്ടത് തഖ്വ മാത്രാണ്. ഒരു വേള ഇസ്മായിൽ നബി പിന്നീട് വാപ്പാനോട് പറയുന്നുണ്ട്, ഇബ്നു അജീബ തങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം, അല്ല വാപ്പാ, നിങ്ങളോട് എന്തിനാ പടച്ചവൻ എന്നെ അറുക്കാൻ പറഞ്ഞത്? അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, എന്റെ റബ്ബ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്മായിൽ നബി പറയാം, നിങ്ങളോട് എന്നെ അറക്കാൻ പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പടച്ചോനിപ്പോ എന്റെ ഇറച്ചി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതായത് അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? തന്റെ മഹബൂബിന്റെ കൽബിൽ താൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് മനസ്സിലാകണമെങ്കിൽ അള്ളാഹ് അത്രമേൽ പ്രണയിച്ചു നോക്കണം. അത് ഭയങ്കര രസമാണ് ആ മേഖല.
അള്ളാഹുവിനോട് ഒരുപാട് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി തന്റെ മെഹബൂബിന്റെ കൽബിൽ താനല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബിയുടെ ആ കൽബ് അത്രമേൽ അള്ളാഹുവുമായി അടുത്തിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് അല്പസമയം അള്ളാഹ് ഒന്ന് മാറി നിന്നപ്പോ അള്ളാഹ്ക്ക് അത് ഇഷ്ടായില്ല. ഒട്ടനെ ഒരു അടി കൊടുക്കാൻ, സ്വന്തം കുഞ്ഞിനെ അറക്കണം. അത് അറക്കൂല, അങ്ങനെ അറക്കേണ്ട ഒരു ഘട്ടം വരൂല. അത് അള്ളാഹ്ക്കറിയാം, അത് ഇബ്രാഹിം നബിക്കും അറിയാം. പക്ഷെ അള്ളാഹ് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്, ഇപ്പൊ റെഡിയായി. അപ്പൊ അങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ കൽബിൽ വന്നതുകൊണ്ടാണ് വാപ്പ അള്ളാഹ് അറക്കാൻ പറഞ്ഞത് എന്ന് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടത് അതാണ്. നമ്മുടെ കൽബില് ആ ഒരു വേദന, സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ഒരു വേദന പോലെ, ആ മൃഗത്തിന് വെള്ളം കൊടുത്ത് പുല്ല് കൊടുത്ത് അതിനെ പരിലാളിച്ച് ചേർത്തു പിടിച്ച് അല്ലേ, അതിനെ ഇങ്ങനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്ക് കൽബിങ്ങനെ പൊട്ടുകയാണ്. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, 1-2 ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അറവ് സമയത്തൊക്കെ ഒരു വിങ്ങലോട്, അവരുടെ മുഖത്തൊരു സങ്കടം, മറ്റത് കാണാനില്ല. ഒരു ആഘോഷം പോലെ ആക്കി മാറ്റാണ്, നമ്മൾ ഒരു ആഘോഷമാക്കി മാറ്റാണ് അറവ് അല്ലേ. ഒരു വേദനയില്ല. ഷെയറുകാരുടെ മനസ്സിലൊരു വേദന മുഖത്ത് പ്രകടമായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പുള്ളിയിലുണ്ടാകാം, പക്ഷെ ബഹുഭൂരിഭാഗം കുറവാണ്, അങ്ങനെ ഇല്ല. അപ്പൊ അതിന് സ്വീകാര്യതയില്ല എന്ന് പടച്ചുറപ്പ് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ ഹൃദയവേദനയേക്കാൾ എനിക്ക് വലുത് അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, എനിക്ക് വലുത് എന്റെ റബ്ബാണെന്നാണ് അല്ലേ. സ്വന്തം കുഞ്ഞിനെ ഇറക്കുമ്പോ എന്തൊരു വേദനയായിരിക്കും. ആ ഇബ്രാഹിം നബിയുടെ മനസ്സുകൾ ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം വലിയ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലായിരിക്കും കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ എനിക്ക് വലുത് എന്റെ റബ്ബാണ്. ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിൽ അറച്ചാൽ അള്ളാഹു നിങ്ങളുടെ അറബിനെ സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം എല്ലാ കൊല്ലവും ഉളഹിയ്യത്ത് അറുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാന്റെ ചിഹ്നങ്ങളോട് ഒരു ആദരവ് നിങ്ങളുടെ കൽബിൽ തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് തഖ്വയുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. വൽബുദ്ന ജഅൽനാഹാ മിൻ ശആഇരില്ലാഹ്. ഖുർആൻ പറയാണ്, ഈ അറബ് മൃഗം ഉണ്ടല്ലോ അള്ളാന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. അതിനെ കാണുമ്പോൾ നിങ്ങളുടെ കൽബിൽ ഒരു പ്രത്യേക ആദരവ്. അതുകൊണ്ട് തന്നെ ബലിമൃഗത്തെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സയ്യിദുനാ റസൂലുള്ളാഹ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ബലിയറുത്ത് കഴിഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് മാത്രമാണ് നമ്മളത് വിതരണം ചെയ്യേണ്ടത്. ഇതുപോലെ സക്കാത്ത് പോലെ, സക്കാത്ത് ഇതര മതസ്ഥർക്കുള്ളതല്ലല്ലോ, അത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മാത്രം കൊടുക്കേണ്ട സംഗതിയാണ്. സ്വതക്ക എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പറയുന്നുണ്ട്, നബിയെ, ഞാൻ അറുത്ത് കിട്ടിയ കുറച്ച് മാംസമുണ്ട്, ദാർക്കൊക്കെ കൊടുക്കണം. തൊട്ടടുത്തുള്ള അയൽവാസി മുതൽ തുടങ്ങണം. തൊട്ടടുത്താരൻ ജൂതനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നാൽ ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു ബലികർമ്മമാണ്. അത് ഉമ്മത്ത് മുസ്ലിമിന്റെ അകത്ത് നിൽക്കേണ്ടതാണ്. അതങ്ങനെ തന്നെ. എന്നാൽ സ്വതക്ക എല്ലാവർക്കും കൊടുക്കാം എന്നല്ല, കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഈ മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? കദാലിക സഖർനാ ലക്കും ലഅല്ലക്കും തശ്കുറൂൻ. ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ വലിയ മുതലാളിയൊന്നും ആകേണ്ടത് ചെയ്യാനായിട്ട് അല്ലേ. അള്ളാനെ ഓർമ്മയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തു, ഇക്കൊല്ലം കൊടുക്കൂല എന്നാണ്. കഴിഞ്ഞ കൊല്ലം കൊടുത്തതിന് ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അള്ളാഹ് സ്വീകരിച്ചു എന്ന് എന്തുറപ്പാ മക്കുള്ളത്? എന്തുറപ്പുള്ളത്? ലഇൻ ശകർതും ലഅസീദന്നകും. ഇത് വണ്ടിയുടെ ബാക്കിൽ എഴുതി വെക്കാനുള്ളതല്ല, നിങ്ങളുടെ കൽബിൽ വരച്ചിടാനുള്ളതാണ്. ലഇൻ ശകർതും, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്താൽ ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് ഖുർആൻ. വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവിനുള്ള നന്ദി എന്നോണം നിങ്ങൾ ഉളഹിയ്യത്തിൽ ഭാഗവാക്കായാൽ നിങ്ങൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. എന്തും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അല്ലാഹു റബ്ബുൽ ആലമീൻ. ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നബിതങ്ങൾ പറയാൻ, ഇതെന്ത് കോലാണ് മോൻ, ഇങ്ങനെയൊക്കെ നടക്കേണ്ടതുണ്ടോ? നല്ല വസ്ത്രം ധരിക്കാനുള്ള പൈസയൊക്കെ നിന്റെ കയ്യിലില്ലേ? ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹ് തന്ന അനുഗ്രഹം നിന്നിൽ പ്രകടമാകൽ അത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. പ്രകടമാകണം. നിങ്ങൾക്ക് നല്ല വാച്ച് ധരിക്കാൻ കഴിയും, നിങ്ങൾ വാച്ച് ധരിക്കണം. നിങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ പറ്റുമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വാഹനം വാങ്ങണം. നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ നല്ലത് ധരിക്കണം. നിങ്ങൾക്ക് അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ പ്രകടമാകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആർഭാടം കാണിക്കണം എന്നല്ല, പക്ഷെ അല്ലാഹ് തന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ
നിങ്ങൾ തീർച്ചയായും ഉദഹിയ്യത്തിൽ ഭാഗവാക്കാകണം. സയ്യിദുനാ റസൂലുള്ളാഹ് ഗൗരവമുള്ളൊരു ഹദീസ് അല്ലേ, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി. ഉദഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും ഒരാൾ ഉദഹിയ്യത്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, പള്ളിയുടെ അടുക്കലേക്ക്, ഞാൻ നിസ്കരിക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിന് എന്റെ പള്ളിയുടെ അടുത്തേക്ക് പോലും വന്നേക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉദഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും ഒരു ഷെയറിന് എത്രയാണ് നമ്മുടെ പള്ളിയിൽ എത്ര മേടിക്കുന്നത്? പോത്തിന്റെ ഒരു ഇതിനനുസരിച്ചല്ലേ. എന്നാൽ ഏറിപ്പോയാൽ 12 രൂപയൊക്കെ ഉള്ളിലേ വരുള്ളൂ അല്ലേ. 12 രൂപയൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് കൊടുത്താൽ, കഴിവുണ്ടായിട്ടും കൊടുക്കാതിരുന്നാൽ എന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരണ്ട. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നമുക്കൊക്കെ അതിലേക്കൊന്നൊന്ന് ഉണർന്നൂടെ? നാളെ ആഖിറത്തിൽ ചെന്ന് നിൽക്കുമ്പോ, എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ, കുറെ മനുഷ്യർ നല്ല വലിയ വാഹനങ്ങൾക്ക് മുകളിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നത് കാണാം, വിചാരണയില്ലാതെ. ആരാണ് നബിയെ? ഒരു ഉദഹിയ്യത്ത് അറുത്തവരാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാന്യമായി ഭംഗിയായി നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഒരു ഉദഹിയ്യത്ത് കർമ്മത്തിൽ ഭാഗവാക്കാകുന്ന ആളുകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആ മൃഗത്തെ ഇടക്ക് പോയി കാണണം, വെള്ളം കൊടുക്കണം, ചേർത്ത് പിടിക്കണം, ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ അതിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ ഒരു വിങ്ങലുണ്ടാവുള്ളൂ. എന്റെ വിങ്ങലിനേക്കാൾ എനിക്ക് വലുത് എന്റെ റബ്ബാണ്. അല്ലാഹു അക്ബർ. അതാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മൃഗത്തെ അറുക്കുന്നതോടുകൂടെ ഞാനെന്ന ഭാവത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ അറുത്ത് കളയുന്നത്. കേവലം മൃഗത്തെ അറുത്തിങ്ങനെ കളയാന്നല്ല, ആ മൃഗത്തെ ബലിയറുക്കുന്നതോടൊപ്പം എന്റെ കൽബിലും ഒരു അറിവ് നടക്കണം. ഞാനെന്ന ഭാവത്തെ അറുത്ത് കളയണം. അതല്ലേ, സ്വന്തം കുഞ്ഞിനെ പോലും ബലിയറുക്കാൻ ഇബ്രാഹിം നബി തയ്യാറായ പിന്നെ ഇബ്രാഹിം നബി ആരും മാത്രമേ ഉള്ളൂ അവിടെ? പടച്ചോനും മാത്രമേ ഉള്ളൂ. എനിക്ക് പടച്ചോനേക്കാൾ വലുതൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ബലിയറുക്കാൻ സംഭവിക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ ഞാനെന്ന ഭാവത്തെ തന്നെ അറുത്ത് കളയലാണ് യഥാർത്ഥത്തിൽ ആന്തരികമായ ഒരു ഉദഹിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഉദഹിയ്യത്തും ഇതോടൊപ്പം നടക്കണം. അങ്ങനെ ആയാൽ ദുനിയാവിലും ആഖിറത്തിലും സ്വർഗം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.